എല്ലാവർക്കും ചാംസ് ഐഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പല ഇന്ത്യക്കാരുടെയും ആകർഷകമായ നിക്ഷേപ മാർഗമാണ് ഓഹരി വിപണി. ഉയർന്ന വരുമാനത്തിനുള്ള സാധ്യതയും സമ്പദ് സൃഷ്ടിക്കുമെന്ന വാഗ്ദാനവും ഉള്ളതിനാൽ കൂടുതൽ ആളുകൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതിൽ അതിശയിക്കാനുമില്ല. എന്നിരുന്നാലും വിപണിയോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നടക്കുന്ന തട്ടിപ്പുകളുടെയും വഞ്ചനാപരമായ പ്രവർത്തനങ്ങളുടെയും എണ്ണത്തിലും വൻ വർധനവുണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് അഴിമതികൾ നിക്ഷേപകർക്ക് കാര്യമായ സാമ്പത്തിക നഷ്ടം വരുത്തുകയും വിപണിയുടെ മൊത്തത്തിലുള്ള പ്രശസ്തിയെ നശിപ്പിക്കുകയും ചെയ്യും. ഈ വീഡിയോയിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പുകൾ എങ്ങനെ കണ്ടെത്താമെന്നും ഒഴിവാക്കാമെന്നുമാണ് വിവരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പുകൾ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് വിപണിയിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇതിൽ ആദ്യം പോൺസി സ്കീം ആണ്. ഈ സ്കീമിൽ പ്രൊമോട്ടർമാർ എന്ന് അവകാശപ്പെടുന്നവർ നിക്ഷേപങ്ങളിൽ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഇക്കൂട്ടർ യഥാർത്ഥത്തിൽ പുതിയ നിക്ഷേപകർ നിക്ഷേപിക്കുന്ന പണത്തിൽ നിന്നാണ് നിലവിലുള്ളവർക്ക് വരുമാനം നൽകുന്നത്. എന്നാൽ പുതിയ നിക്ഷേപകർ ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ പുതിയ നിക്ഷേപകരുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ വാഗ്ദാനം ചെയ്ത വരുമാന വിതരണം താറുമാറാകുന്നു. ഒടുവിൽ പദ്ധതി തകരുന്നു. രണ്ടാമതായി പമ്പ് ആൻഡ് ഡംപ് സ്കീമാണ്. ഈ സ്കീമിൽ ഒരു കൂട്ടം ആളുകൾ ഒരു സ്റ്റോക്ക് അതിന്റെ വില കൃത്രിമമായി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. വില ഗണ്യമായി ഉയർന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് അവരുടെ ഓഹരികൾ വിൽക്കുകയും ശേഷം വില കുറയുകയും ചെയ്യുന്നു. ഉയർന്ന വിലയ്ക്ക് സ്റ്റോക്ക് വാങ്ങിയ നിക്ഷേപകർക്ക് അവരുടെ പണം നഷ്ടപ്പെടുന്നു. ഈ അടുത്തായി ചില ഫിൻഫ്ലുവൻസർമാർ എന്ന് സ്വയം പ്രഖ്യാപിത യൂട്യൂബർമാർക്കെതിരെ സെബി കടിഞ്ഞാണിട്ടത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിരുന്നല്ലോ. മുഖ്യമായും വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളെങ്കിലും മലയാളികളും തട്ടിപ്പുകളിൽ പിന്നിലല്ല. ഇവയിൽ ഏറ്റവും പുതിയത് കഴിഞ്ഞ വാരത്തിൽ കേട്ട ഇരിങ്ങാലക്കുട കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു നിക്ഷേപ സ്ഥാപനം 150 കോടിയും വെട്ടിച്ച് മുങ്ങിയ വാർത്തയാണ്. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്നും പ്രവർത്തിച്ചിരുന്ന ചില യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു, അല്ലെങ്കിൽ പേരുമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ചാനലുകളുടെ പേരുകൾ ഇവിടെ പറയുന്നില്ല. നിക്ഷേപകർക്ക് പലതരത്തിലുള്ള സ്റ്റോക്ക് ടിപ്പുകളും പ്രീമിയം സർവീസുകളും ടെലഗ്രാം ചാനലുകളും ഉണ്ടായിരുന്നവയായിരുന്നു ഇവയിൽ ഏറെയും. എന്തായാലും ഈ കാര്യത്തിൽ സെബിയുടെ തീരുമാനം കുറച്ചു വൈകിയെങ്കിലും വളരെ ഉചിതമായ നടപടിയാണ്. തട്ടിപ്പുകളിൽ മൂന്നാമതായി ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഈ സ്കീമിൽ ഒരു കമ്പനിയെക്കുറിച്ചും അതിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും വിവരമുള്ള വ്യക്തികൾ ഈ വിവരങ്ങൾ പരസ്യമാക്കുന്നതിന് മുൻപ് അതിൻ്റെ ഓഹരികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു. ഇത് അവർക്ക് അന്യായ നേട്ടം നൽകുന്നു. അടുത്തതായി ഹൈ പ്രഷർ സെയിൽസ് ടാക്ടിക്സ് എന്ന തട്ടിപ്പാണ്. ഈ തട്ടിപ്പിനായി ഒരു പ്രത്യേക സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് തട്ടിപ്പുകാർ ആക്രമണാത്മക തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. ഇതിനുവേണ്ടി പലപ്പോഴും യാഥാർത്ഥ്യബോധമില്ലാത്ത വരുമാനം വാഗ്ദാനം ചെയ്യുന്നു. അഡ്വാൻസ് ഫീ ഫ്രോഡ് എന്ന തട്ടിപ്പാണ് അടുത്തത്. ഈ തട്ടിപ്പിൽ നിക്ഷേപ ഉപദേശം അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങലുകൾ പോലുള്ള സേവനങ്ങൾക്ക് തട്ടിപ്പുകാർ മുൻകൂർ ഫീസ് ആവശ്യപ്പെടും. എന്നാൽ ഒരിക്കലും അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാതെ മുങ്ങുന്നതാണ് ഈ തട്ടിപ്പിന്റെ രീതി. മറ്റൊരു തട്ടിപ്പ് പ്രായമായവരെ ലക്ഷ്യം വെക്കുന്ന നിക്ഷേപ തട്ടിപ്പുകളാണ്. പ്രായമായവരെ മാത്രം ലക്ഷ്യം വെച്ച് ഉയർന്ന റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പുകാർ പണം കൈവശപ്പെടുത്തി മുങ്ങുന്നതാണ് രീതി. ഇതിന് ഉദാഹരണമാണ് കൊച്ചിയിൽ ഈ അടുത്തായി 73കാരനായ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയെ വഞ്ചിച്ച് 90 ലക്ഷം കൈക്കലാക്കിയത്. ഇതുപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള തട്ടിപ്പാണ് ഓൺലൈൻ ട്രേഡിംഗ് സ്കാമുകൾ. എല്ലാ തട്ടിപ്പുകൾക്ക് പിന്നിലും പണം അപഹരിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണെങ്കിലും അവ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ചുറ്റും തന്നെയുണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. കാരണം ദിനം തോറും തട്ടിപ്പുകളുടെ രീതിയിലും മാറ്റം വരുന്നു. അതുകൊണ്ട് തന്നെ ഇവ എങ്ങനെയാണ് വരുന്നത് എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. ഇനി തട്ടിപ്പുകളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളും അവയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നോക്കാം. ഇതിൽ ആദ്യം കുറഞ്ഞ അപകട സാധ്യതയുള്ള ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്നവരാണ്. ഒരു നിക്ഷേപ അവസരം കുറഞ്ഞ അപകട സാധ്യതയുള്ളതും ഉയർന്ന വരുമാനവും വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ അത് ഒരു തട്ടിപ്പിന്റെ സൂചനയാണ്. ഒരു നിക്ഷേപവും പൂർണ്ണമായും അപകടരഹിതമല്ല. ഉയർന്ന വരുമാനം പലപ്പോഴും ഉയർന്ന അപകട സാധ്യതകളോടെയാണ് ലഭിക്കുക എന്ന് ആദ്യം തിരിച്ചറിയുക.
ഇപ്പോഴത്തെ അവസ്ഥയിൽ പരമാവധി ലഭിക്കുന്ന സുരക്ഷിത റിട്ടേൺ 8% എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. അങ്ങേയറ്റം പോയാൽ 9 മുതൽ 10% വരെ. അതിൽ കൂടുതൽ വാഗ്ദാനം ചെയ്യുന്നവർ അപകടകാരികളോ അല്ലെങ്കിൽ അത്യന്തം റിസ്ക് കൂടിയ നിക്ഷേപ പദ്ധതിയിലേക്കോ ആണ് നിങ്ങളെ കൂട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. തട്ടിപ്പുകൾ തിരിച്ചറിയാനുള്ള മറ്റൊരു മാർഗം വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള സമ്മർദ്ദം നിക്ഷേപകരിൽ ചെലുത്തുക എന്നതാണ്. വേഗത്തിൽ പ്രവർത്തിക്കാൻ ആരെങ്കിലും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയോ അല്ലെങ്കിൽ ഉടൻ നിക്ഷേപിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അതൊരു മുന്നറിയിപ്പാണ്. ശരിയായ ഗവേഷണമില്ലാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ആളുകളെ നിർബന്ധിക്കാൻ തട്ടിപ്പുകാർ പലപ്പോഴും ഉയർന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. അടുത്തതായി, രജിസ്റ്റർ ചെയ്യാത്തതോ അറിയപ്പെടാത്തതോ ആയ കമ്പനികൾ അഥവാ നിക്ഷേപ സ്ഥാപനങ്ങളെ ശ്രദ്ധിക്കണം. കാരണം നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്ന കമ്പനി അജ്ഞാതമോ അല്ലെങ്കിൽ ഏതെങ്കിലും റെഗുലേറ്ററി ബോഡിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ അത് അപകട സൂചനയാണ്. കമ്പനിയെക്കുറിച്ച് എപ്പോഴും ഗവേഷണം നടത്തുകയും അത് ബന്ധപ്പെട്ട റെഗുലേറ്ററി ബോഡികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇൻസൈഡർ ഇൻഫർമേഷൻ ആണ്. ആരെങ്കിലും നിങ്ങൾക്ക് ഇൻസൈഡർ ഇൻഫർമേഷൻ വാഗ്ദാനം ചെയ്യുകയോ പൊതുവായി ലഭ്യമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത് ഒരു തട്ടിപ്പിന്റെ സൂചനയാണ്. ഇൻസൈഡർ ട്രേഡിംഗ് നിയമവിരുദ്ധമാണ്. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് സങ്കീർണമായ നിക്ഷേപ ഘടനകൾ ഉൾപ്പെടുത്തിയുള്ള നിക്ഷേപ രീതിയാണ്. നിങ്ങൾ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന നിക്ഷേപ ഉപാധി അഥവാ മാർഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്ര സങ്കീർണമാണെങ്കിൽ നിക്ഷേപത്തിന് മുതിരാതിരിക്കുന്നതാണ് ഉചിതം. നിക്ഷേപകരെ ആശയക്കുഴപ്പത്തിലാക്കാനും വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ മറയ്ക്കാനും തട്ടിപ്പുകാർ പലപ്പോഴും സങ്കീർണമായ ഘടനകൾ ഉപയോഗിക്കുന്നു. അടുത്തതായി, പ്രൊഫഷണൽ അല്ലാത്തതോ വിശ്വസനീയമല്ലാത്തതോ ആയ ഉറവിടങ്ങളാണ്. നിക്ഷേപത്തിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ഉറവിടം പ്രൊഫഷണൽ അല്ല അല്ലെങ്കിൽ വിശ്വസനീയമല്ലെങ്കിൽ അത് ഒരു അഴിമതിയുടെ സൂചനയാണ്. നിക്ഷേപ അവസരം വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിയുടെ യോഗ്യതകൾ എപ്പോഴും പരിശോധിക്കുക. മറ്റൊന്ന്, ആവശ്യപ്പെടാത്ത ഫോൺ കോളുകളോ ഇമെയിലുകളോ നിങ്ങളെ തേടിയെത്തുന്നത് ശ്രദ്ധിക്കുക എന്നതാണ്. നിക്ഷേപ അവസരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യമില്ലാത്ത ഫോൺ കോളുകളോ ഇമെയിലുകളോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരു അപകട മുന്നറിയിപ്പാണ്. സാധ്യതയുള്ള ഇരകളെ ടാർഗറ്റ് ചെയ്യാൻ സ്കാമർമാർ പലപ്പോഴും കോൾഡ് കോളിംഗ് അല്ലെങ്കിൽ ഇമെയിൽ സ്പാമിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് അറിവില്ലാത്തവർ ഷെയർ ട്രേഡിംഗോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടിപ്പുകളോ വാഗ്ദാനം ചെയ്ത് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഉറച്ചു പറയുക. അതുപോലെ തന്നെ പരിചയമില്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ടെലഗ്രാം ഗ്രൂപ്പുകളിലോ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തു കടക്കുക. പരിചയമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ ലിസ്റ്റ് ചെയ്യാത്ത APK ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. അവസാനമായി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പണത്തിനോട് ഒരുപാട് ആർത്തി കാണിക്കാതിരിക്കുക എന്നത്. ഓഹരി വിപണിയിൽ ഒരാളും ഒരു രാത്രിയോ അല്ലെങ്കിൽ ചുരുങ്ങിയ നാളുകളോ കൊണ്ട് കോടികൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് തിരിച്ചറിയുക. ഓഹരി വിപണി ബാലികേറാ മലയല്ലെന്ന് തിരിച്ചറിയുക. ദിവസവും അരമണിക്കൂറെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കുക. ഇതിനൊന്നും കഴിയാത്തവർ മികച്ച മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്നതാണ് ഉചിതം. ഇനി നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റുകളും നമ്പറുകളും ഇവിടെ കാണിക്കുന്നു. സെബിയുടെ ടോൾ ഫ്രീ ഇൻവെസ്റ്റർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1800-266-7575 1800-227575 എന്ന നമ്പറിലോ വിളിക്കാം. അതുമല്ലെങ്കിൽ സെബിയുടെ സ്കോർസ് പോർട്ടൽ വഴി കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം. പരാതികൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് scores.sebi.gov.in ആണ്. അതുമല്ലെങ്കിൽ cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം. ഇതുകൂടാതെ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 സഹായത്തിനായി വിളിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ചാനലിൽ കാണിക്കുന്ന നിക്ഷേപ ഉപാധികളോ സ്റ്റോക്കുകളോ നിങ്ങൾ പഠനാവശ്യങ്ങൾക്ക് മാത്രമായി കണ്ട് സ്വയം വിലയിരുത്തി മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഈ ചാനൽ സ്റ്റോക്ക് റെക്കമെൻഡേഷനുകൾക്കോ സ്റ്റോക്ക് ടിപ്പുകൾക്കോ വേണ്ടിയുള്ളതല്ല. മറിച്ച് വരും കാലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള മികച്ച ബിസിനസ്സുകളും ഓഹരികളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം.
ഈ ചാനലിന് യാതൊരു തരത്തിലുള്ള പ്രീമിയം സർവീസുകളോ പണം വാങ്ങിയുള്ള മറ്റു സേവനങ്ങളോ ഇല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവരോടും ഒരുപാട് സ്നേഹം. നന്ദി.